Hi friends, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ ഓണം സീരീസിന്റെ 7ാമത്തെ വീഡിയോ ആണ്. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നല്ല നാടൻ രസമാണ്. രസപ്പൊടിയൊന്നും ചേർക്കാതെ നമുക്കൊരു നാടൻ രസം പെട്ടെന്ന് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. സോ കീപ് വാച്ചിങ്. ഹോപ്പ് യു ലൈക്ക് ഇറ്റ്. അപ്പോൾ നമ്മൾ ഇവിടെ ആദ്യം പുളി വെള്ളത്തിൽ ഇട്ട് വയ്ക്കാനാണ് പോകുന്നത്. അപ്പോൾ ഒരു നെല്ലിക്കയുടെ സൈസിലുള്ള പുളി എടുത്തിട്ട് നമ്മൾ ഇതുപോലെ വെള്ളത്തിലിട്ട് വയ്ക്കുക. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ നമ്മൾ രസപ്പൊടി ഉപയോഗിക്കുന്നില്ല, അതിന് പകരം നമ്മൾ ഫ്രഷ് ആയിട്ടെല്ലാം ചതച്ചെടുക്കുകയാണ്. ഇവിടെ 1/2 ടീസ്പൂൺ കുരുമുളക് എടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 1/2 ടീസ്പൂൺ ജീരകവും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ചെറിയ ജീരകമാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ജീരകവും കുരുമുളകും നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചതച്ചെടുക്കാൻ പോകുന്നത് വെളുത്തുള്ളിയാണ്. അപ്പോൾ ഒരു 6-7 അല്ലി വെളുത്തുള്ളി എടുത്തതിന് ശേഷം അതും കൂടെ ഒന്ന് നന്നായിട്ട് ചതച്ചെടുക്കണം നമുക്ക്. അപ്പം ഞാൻ ഇതുപോലത്തെ ഒരു ചട്ടിയിലാണ് നമ്മൾ രസം തയ്യാറാക്കാൻ പോകുന്നത്. ഇനി നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. രസത്തിന് എപ്പോഴും ടേസ്റ്റ് നിറയെ എണ്ണ ഉള്ളതാണ്. എന്നാലും നമ്മുടെ ഒരു ഹെൽത്തിന് അത്ര എണ്ണ നല്ലതല്ലാത്തതുകൊണ്ട് നമുക്ക് ആവശ്യത്തിന് മാത്രം എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഇപ്പോൾ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുകൊക്കെ ഒന്ന് നന്നായിട്ട് പൊട്ടി വരണം. അതോടൊപ്പം തന്നെ നമുക്ക് ഒരു വറ്റൽമുളകും കൂടെ മുറിച്ചിട്ട് കൊടുക്കാം. കടുകൊക്കെ നന്നായി പൊട്ടി. ഇനി നമുക്കിതിലോട്ട് ചെറിയ ഉള്ളി ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് 3 ചെറിയ ഉള്ളിയുണ്ട്. അത്യാവശ്യം ഒരു മീഡിയം സൈസുള്ള ചെറിയ ഉള്ളിയാണ്. അതിന് നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞതാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ ഇതൊന്ന് വഴറ്റി കൊടുക്കുക. ഉള്ളി നന്നായിട്ട് വഴണ്ട് കരിഞ്ഞു പോകരുത്. കരിയാതെ നല്ലതായിട്ട് ഇതിനെ വഴറ്റി നല്ല കളർ മാറി വരുന്നവരെ ഇതൊന്ന് നമ്മൾ വഴറ്റി കൊടുക്കണം. ഉള്ളി ഇപ്പോൾ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് കരിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഒരു കൊത്ത് കരിവേപ്പിലയാണ് ഇപ്പോൾ ഇതിലോട്ട് ആഡ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ ചതച്ച് വെച്ച വെളുത്തുള്ളി ഉണ്ടല്ലോ, അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇനി നമുക്ക് നേരത്തെ ചതച്ച് വെച്ച കുരുമുളകും അതുപോലെ ജീരകവും കൂടെ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അത് ഇതിൻ്റെ പച്ച ടേസ്റ്റ് മാറുന്ന വരെ, ഒരു മണമൊക്കെ വരുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി നമുക്ക് 2 പച്ചമുളക് ഇതുപോലെ നീളത്തിന് അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതും കൂടെ ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി നമുക്കിതിലോട്ട് 1 ടീസ്പൂൺ ചതച്ച മുളകും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമ്മുടെ രസത്തിന് നല്ലൊരു ടേസ്റ്റും മണമൊക്കെ ഉണ്ടാവും. എന്നിട്ട് ജസ്റ്റ് ഇതൊന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം നമുക്കിതിലോട്ട് ഒരു തക്കാളി അരിഞ്ഞതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് വഴറ്റുക. ആ തക്കാളി നന്നായിട്ട് വഴണ്ട് ഒന്ന് ഉടഞ്ഞു വരുന്നത് വരെ നമ്മൾ നന്നായിട്ട് ഇതൊന്ന് വഴറ്റി കൊടുക്കുക. ഇനി നമുക്ക് പൊടികൾ ആഡ് ചെയ്യാം. ഞാനിവിടെ ഇപ്പോൾ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുവാണ്. അതോടൊപ്പം തന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുവാണ്. നിങ്ങൾക്ക് മല്ലിപ്പൊടിക്ക് പകരം വേണമെങ്കിൽ ഫ്രഷ് മല്ലി എടുത്തിട്ട് നേരത്തെ കുരുമുളക് നമ്മൾ ചതച്ചിട്ടില്ലേ, അതുപോലെ വേണമെങ്കിൽ ചതച്ചിടാവുന്നതാണ്. ഇനി നമുക്കിതിലോട്ട് 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ പച്ചമുളകും ചതച്ച മുളകും കുരുമുളകും ഒക്കെ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് 1/2 ടീസ്പൂൺ മുളക് പൊടിയും അതോടൊപ്പം 1/4 ടീസ്പൂൺ കായവും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുവാണ്. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് വഴറ്റുക. നമുക്കൊരു നല്ല മസാലയുടെ ഒരു സ്മെല്ല് വരും. അതുവരെ ഒന്ന് വഴറ്റി കൊടുക്കുക. പിന്നെ എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മൾ ചട്ടി ചൂടായതിന് ശേഷം ഫ്ലെയിം ലോയിൽ വെച്ചിട്ടേ ചെയ്യാവുള്ളൂ, അല്ലെങ്കിൽ എല്ലാം കൂടെ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് പുളിവെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ പുളി വെള്ളത്തിലിട്ട് വെച്ചിരുന്നല്ലോ, അപ്പോൾ ആ വെള്ളത്തിൽ പുളി നന്നായിട്ട് പിഴിഞ്ഞിട്ട് ആ വെള്ളമാണ് നമ്മളിപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മുടെ രസം എത്രത്തോളം നമുക്ക് ആവശ്യമുണ്ടോ അതനുസരിച്ച് ഇതിലോട്ട് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഇവിടെ 3 ഗ്ലാസ് വെള്ളമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. 3 ഗ്ലാസ് ആകുമ്പോൾ ഏകദേശം ഒരു 750 ml ആണ് വെള്ളം ഞാൻ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ആഡ് ചെയ്യാം. ഞാനിവിടെ 1/2 ടേബിൾ സ്പൂൺ ഉപ്പ് ഇടുന്നുണ്ട്. നമ്മൾ രസമാകുമ്പോൾ പുളിയും എരിവും ഉപ്പും ഒക്കെ നന്നായിട്ട് വേണം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് തിളപ്പിക്കാം. ഇപ്പോൾ രസം ചെറുതായിട്ട് തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ടൈമിൽ മല്ലിയിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് മല്ലിയില യൂസ് ചെയ്യുന്നുള്ളൂ. നിങ്ങൾക്ക് മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ അതനുസരിച്ചിട്ട് ഉപയോഗിക്കുക. ഇനി നന്നായിട്ട് ഇതൊന്ന് തിളച്ച് വരട്ടെ. ഉപ്പ് കുറച്ച് കുറവായതുകൊണ്ട് ഞാൻ കുറച്ചും കൂടെ ആഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ അത് നിങ്ങളെ ടേസ്റ്റ് അനുസരിച്ചൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക.
അപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റി നാടൻ രസം തയ്യാറായിട്ടുണ്ട്. നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. അതുപോലെ തന്നെ നമ്മൾ കുറച്ച് രസം കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഡൈജഷനൊക്കെ ഒന്ന് ശരിയാവും. അതുപോലെ നമുക്കിപ്പോൾ പനിയോ ജലദോഷമോ ഒക്കെ ഉണ്ടെങ്കിൽ കുറച്ച് കുരുമുളകൊക്കെ കൂടുതൽ ഇട്ടിട്ട് കുടിക്കുക, നല്ല ആശ്വാസം കിട്ടും. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ കമൻസിലൂടെയും ഇമെയിലൂടെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും ഒരു വീഡിയോയുമായി കാണുന്നവരെ ടേക്ക് കെയർ, ബൈ.